ഒരു പൈസയും കൊടുക്കാതെ ഫിഷ് സ്പാ ചെയ്യണോ? ഇവിടെ വന്ന് വേറെ എവിടെയെങ്കിലും പോയാൽ 200-500 ഒക്കെ കൊടുക്കേണ്ടി വരും. ഇവിടെ ഒരു പൈസ ചെലവും ഇല്ല. കൂട്ടുകാരെ, ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നത്. സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അരുവിപ്പുറമാണ് കേട്ടോ. അരുവിപ്പുറത്തെ പറ്റി പറയുമ്പോൾ ശ്രീനാരായണ ഗുരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ ശിവക്ഷേത്രം ഉള്ള സ്ഥലമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബലിതർപ്പണം നടക്കുന്ന ഒരു രണ്ടാമത്തെ ക്ഷേത്രമാണ് ഈ അരുവിപ്പുറം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ക്ഷേത്രം തിരുവല്ലമാണ്. തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം കഴിഞ്ഞാൽ അടുത്തുള്ള ഒരു ക്ഷേത്രമെന്ന് പറയുന്നത് ഇതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ ഒഴുകുന്ന ആറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങൾ ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടി വന്നതല്ല കേട്ടോ, ഒന്ന് ചൂടായതുകൊണ്ട് കുളിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ ഒഴുകുന്ന നദിയാണിത്. ഇവിടെ വന്നപ്പോൾ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് ഒരുപാട് പേർ ഇവിടെ കുളിക്കാനുണ്ടായിരുന്നു കേട്ടോ. വലിയ ആഴമൊന്നുമില്ല, പക്ഷേ ഇറങ്ങി നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം. വഴുവഴുക്കുള്ള പാറകളാണ്. അത് അവർക്ക് എല്ലാവർക്കും പരിചയമുള്ളവരൊക്കെയാണ് ഇവിടെ കുളിക്കുന്നത്. അവരെന്നോട് പറഞ്ഞു ആഴമൊന്നും പേടിക്കേണ്ട, പക്ഷെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണമെന്ന്. അവിടുന്ന് കുളിച്ചുകൊണ്ട് നിന്നപ്പോൾ അവന്മാർക്ക് ഒരു പ്രതിമ കിട്ടി. പ്രതിമ എന്ന് പറഞ്ഞാൽ കുബേരൻ്റെ പ്രതിമ. അവന്മാർ സന്തോഷത്തോടെ എനിക്ക് തന്നു. ഞാൻ സന്തോഷത്തോടെ അത് തിരിച്ച് അവന്മാർക്ക് തന്നെ കൊടുത്തു. ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങളൊന്നും നമ്മളെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ. അതൊക്കെ എന്തെങ്കിലും ഒഴിവാക്കുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഇവിടുത്തെ മീനുകളെ പോലും പിടിക്കാൻ പാടില്ല എന്നാണ് ശാസ്ത്രം. കൂടുതൽ ആൾക്കാരും ബലിതർപ്പണത്തിന് വേണ്ടിയാണ് ഇവിടെ എത്തുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുളിക്കുവാനും വസ്ത്രം മാറുവാനുമുള്ള പ്രത്യേകം സൗകര്യങ്ങളുണ്ട് ഇവിടെ. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാലിന്യം വിമുക്തമായ ഒരു നദിയാണ് കേട്ടോ ഇത്. ഇവിടെ പ്ലാസ്റ്റിക്കോ കുപ്പികളോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഉപേക്ഷിക്കാൻ പാടില്ല. ഈ പാറക്കൂട്ടങ്ങളാണ് ഈ നദിക്ക് കൂടുതൽ സൗന്ദര്യം കൊടുക്കുന്നത്. നമ്മൾ പൈസ കൊടുത്താണ് സാധാരണ മീനുകളെ കൊണ്ട് സ്പാ ചെയ്യിക്കാറ്. ഇവിടെ അതൊന്നുമില്ല. വെറുതെ ഒന്ന് ഇരുന്നാൽ മതി. ചെറുമീനിൻ്റെ കൂട്ടമാണ് ഇവിടെ. കാലുകൾ വന്ന് കൊത്തുമ്പോഴുള്ള ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. ഇത്രയും ഭംഗിയുള്ള സ്ഥലം കാണണമെങ്കിൽ ഒന്നുകിൽ വയനാട്ടിൽ പോകണം. ഇതൊന്നും വേണ്ട, നമുക്കിവിടെ ഇത്രയും അതിമനോഹരമായ ഒരു സ്ഥലം കാണാൻ കഴിയും. ഈ കാണുന്ന ശിവലിംഗത്തിൻ്റെ മാതൃകയിലുള്ള ഒരു സമാധി കേന്ദ്രമാണ് കേട്ടോ. ഒരു സ്വാമിജി അവിടെ സമാധിയായതാണ്. ഈ ആറിൻ്റെ തീരത്താണ് കേട്ടോ ഈ സമാധി കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തെ ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അത് കാണിക്കാൻ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ടാണ് അത് മറ്റൊരു വീഡിയോ ആക്കി നിങ്ങളുടെ മുന്നിലെത്തിക്കും. ഈ ആറിൻ്റെ തീരത്ത് 108 പടികളുള്ള ഒരു ഗുഹാക്ഷേത്രം കൂടിയുണ്ട് കേട്ടോ. പണ്ട് ശ്രീനാരായണ ഗുരു വന്നിരുന്ന ഒരു സ്ഥലമായിട്ടാണ് അത് പറയുന്നത്. ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഈ അരുവിപ്പുറം. ഫോട്ടോഷൂട്ടിനും സേവ് ദ ഡേറ്റിനും തിരഞ്ഞെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു അഡാർ സ്ഥലമാണ് കേട്ടോ ഇത്. ഫുഡൊക്കെ കൊണ്ടുവരുന്നവർ മാംസാഹാരങ്ങളൊന്നും കൊണ്ടുവരരുത് കേട്ടോ. വെജിറ്റേറിയനായിട്ടുള്ള ആഹാരങ്ങൾ വേണം കൊണ്ടുവരാൻ. അവിടെ ഇരുന്ന് തീരത്തിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യങ്ങളൊന്നുമില്ലാത്തൊരു സ്ഥലമാണിത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് ആലേഖനം ചെയ്യപ്പെട്ട ക്ഷേത്രം ആദ്യത്തേത് ഇതാണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവിൻ്റെ പാദസ്പർശത്താൽ ധന്യമാക്കപ്പെട്ടൊരു സ്ഥലമാണിത്. ക്ഷേത്രത്തിൽ നിന്നും ആറിലേക്ക് ഇറങ്ങുന്ന പടികളാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.